NDA പറ്റി 2020 പറ്റി വലിയൊരു ആക്ഷേപം പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും അതുപോലെ മുഖ്യമന്ത്രിയൊക്കെ ആരോപിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പറയുന്നു NDA UDFുമായിട്ട് ഒരു ഡീൽ ഉറപ്പിച്ചിരിക്കുന്നുവെന്ന്. പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും പറയുന്നു NDA വന്നിട്ട് LDF ആയിട്ട് ഡീൽ ഉറപ്പിച്ചിരിക്കുന്നുവെന്ന്. അപ്പോൾ രണ്ടുപേരും ഒരുപോലെ ഈ NDA ഭയപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണിത്. പ്രത്യേകിച്ച് UDFനെ സംബന്ധിച്ച് എറണാകുളം എന്ന് പറയുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ അവരുടെ ശക്തി കേന്ദ്രമാണ്, ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ എറണാകുളം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കേരളം നഷ്ടപ്പെടും എന്നുള്ള ആ ഒരു മാനസിക വിഭ്രാന്തിയിൽ നിന്നാണ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവുമൊക്കെ ഓരോ മണിക്കൂറിനും പ്രസ്താവന ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, കേരളം വിട്ട് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന കോൺഗ്രസും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റും എല്ലാം ഒരു മുന്നണിയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. NDAക്ക് കേരളത്തിൽ ആരുമായിട്ട് ഒരു ഡീലും ഉറപ്പിക്കേണ്ട കാര്യമില്ല. ഇത്തവണത്തെ സീറ്റ് വിഭജനം, ഇത്തവണ NDA സഖ്യം ഒരുപാട് സഖ്യകക്ഷികളെ കൂട്ടി വികസിപ്പിച്ച ഒരു സമയമാണ്. ഏതാണ്ട് 14 പാർട്ടികൾ ഇപ്പോൾ NDAയിലുണ്ട്. അങ്ങനെ സഖ്യം വികസിപ്പിച്ചോ ഇപ്പോൾ ഒരു കാരണവശാലും, അതായത് കേരളം പിടിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് NDA ഇത്തവണ മത്സരത്തെ നേരിടുന്നത്. അതിൽ ഒരു സീറ്റിൽ പോലും യാതൊരു വിധത്തിലുമുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ആരും സംസാരിച്ചിട്ടില്ല. ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ വ്യക്തമായിട്ടുള്ള തെളിവുകളോടെ പറയണം, ഇന്ന സ്ഥലത്ത് ഇന്ന നേതാക്കന്മാരെ കണ്ട് ഇന്ന ഡീലാണ് ഉറപ്പിച്ചിരിക്കുന്നതെന്ന്. അതിന് പകരം ഇവർ ഓരോരുത്തരും ഓരോ മണിക്കൂറിൽ പറയുന്നത് എന്താണ്, NDA വന്നിട്ട് ഇന്ന സീറ്റ് തൃപ്പൂണിത്തുറ അഡ്ജസ്റ്റ്മെൻ്റാണ്, റാന്നി അഡ്ജസ്റ്റ്മെൻ്റാണ്, ഏറ്റുമാനൂർ അഡ്ജസ്റ്റ്മെൻ്റാണ്. അങ്ങനെയാണ്. ഞാൻ ചോദിക്കട്ടെ, രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന സ്ഥലത്ത് എന്താ നടക്കുന്നത്? അവിടെ നിർത്തിയിരിക്കുന്ന LDF കാൻഡിഡേറ്റ് എന്താണ്? അവിടുത്തെ ആ നാട്ടിൽ പോലെയുള്ള ആളല്ല, ചേർത്തലയിൽ നിന്നൊരു കാൻഡിഡേറ്റിനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. അവിടെയാണ് യഥാർത്ഥ അഡ്ജസ്റ്റ്മെൻറ്റ്. കാരണം ചെന്നിത്തലയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് LDFുമായിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കി ആ നാട്ടിൽ അറിയപ്പെടാത്ത ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിരിക്കുകയാണത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ നടത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ തവണ 2020 എറണാകുളത്ത് 9 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. 2021 8 മണ്ഡലങ്ങളിൽ മത്സരിച്ചതാണ് 2020 തനിയെ നിന്നപ്പോൾ. ഈ തവണ അത് 1 കൂടി, അത്രേ വ്യത്യാസം വന്നിട്ടുള്ളൂ. അപ്പോൾ അന്ന് തന്നെ 2021 ശ്രീ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും VD സതീശനും കൂടി 2020യുമായിട്ട് 4 മണിക്കൂർ ചർച്ച നടത്തി പാതിരാത്രി അവരുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്നതിന്. അന്ന് ഞാൻ അത് നടക്കില്ല എന്ന് പറഞ്ഞതാണ്. ഈ തവണയും അതിനുള്ള ശ്രമം നടന്നു. ഇപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് 2020 NDAയുടെ ഭാഗമായി വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി എറണാകുളം അവരെ കൈവിടുമെന്ന്. കാരണം 2020 ഒറ്റയ്ക്ക് നിന്നപ്പോൾ തന്നെ 15.3% വോട്ട് ഷെയർ ഈ 8 സീറ്റുകളിൽ ഞങ്ങൾ നേടിയതാണത്. അപ്പോൾ അതോടൊപ്പം അന്നത്തെ 2020 അല്ല, ഇന്ന് 5 വർഷത്തിന് ശേഷം കേരളമെമ്പാടും വ്യാപിച്ച 14 ഡിസ്ട്രിക്റ്റുകളിലും സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയായി 2020 മാറിയിരിക്കുന്നു. അതോടൊപ്പം NDAയുടെ ശക്തിയും കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും എറണാകുളം ജില്ലയിലെ പല സീറ്റുകളും ഞങ്ങൾക്ക് പിടിക്കാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്.
അപ്പോൾ അതിൽ നിന്ന് ഭയത്തിൽ നിന്ന് ആണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും ഇതുപോലെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും NDAക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ ഒരു സീറ്റുകളിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യില്ല, ഒരു ഡീലും അവിടെയില്ല. അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യോഗം വിളിച്ചത്. അതിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഞങ്ങൾ അതിനുള്ള പല നേതാക്കന്മാരും ആയിട്ട് കണ്ടിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് ഇന്ന ആളാണ് ഇന്ന സ്ഥലത്താണെന്നൊന്നും അവർ നിഷേധിക്കട്ടെ, അപ്പോൾ ഞാൻ പറയാം അതിനെപ്പറ്റി. ഞാൻ അങ്ങോട്ട് ഇതുവരെയും ഒരു പാർട്ടിയും കണ്ടിട്ടില്ല. കഴിഞ്ഞ തവണ LDFും UDFും ഇതിനെ സമീപിച്ചിട്ടുണ്ട്. ഈ തവണ LDF ഉണ്ടായില്ല, UDF ആണ് ഞങ്ങൾ സമീപിച്ചത്. അല്ല, ഈ ഡീൽ ആരോപിക്കുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ പറയണം. കൊടുങ്ങല്ലൂർ ഞങ്ങൾ മത്സരിച്ചത് കൊണ്ട് അത് ഡീലാണെന്ന് പറയാൻ സാധിക്കില്ല. തൃപ്പൂണിത്തുറ ഞങ്ങൾ മത്സരിച്ചുകൊണ്ട് ഡീലാണെന്ന് പറയാൻ സാധിക്കില്ല. ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തവണ NDAയുടെ തീരുമാനമെന്ന് പറയുന്നത് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി വിജയസാധ്യതയുള്ള പാർട്ടികൾ മത്സരിക്കുകയെന്ന്. അതനുസരിച്ച് കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് കൊടുങ്ങല്ലൂരിൽ അവിടുത്തെ മുനിസിപ്പാലിറ്റി BJPക്ക് നല്ല സാന്നിധ്യമുള്ള സ്ഥലമാണ്. അതേ സമയത്ത് മറ്റ് 4 പഞ്ചായത്തുകളിൽ 2020 എല്ലാ സീറ്റുകളിലും മത്സരിച്ച സ്ഥലമാണ്, നല്ല സാന്നിധ്യമുള്ള സ്ഥലമാണത്. പിന്നെ പലരും വിചാരിക്കുന്നത് 2020 എന്ന് പറയുന്നത് എറണാകുളത്ത് മാത്രമുള്ളൊരു പാർട്ടിയാണെന്നുള്ളത്. ഇന്ന് കോൺഗ്രസിനേക്കാൾ കൂടുതൽ മെമ്പർഷിപ്പുള്ള പാർട്ടിയാണ് 2020. 15,20,000 മെമ്പർഷിപ്പുണ്ട് കേരളമൊട്ടാകെ. അപ്പോൾ ഞങ്ങളുടെ സാന്നിധ്യം 12 ജില്ലകളിൽ വളരെ സജീവമായിട്ടുള്ള സാന്നിധ്യമുണ്ട്. 2 ജില്ലകളിൽ ഞങ്ങൾക്ക് കമ്മിറ്റികൾ പൂർണ്ണമായിട്ടില്ലെങ്കിലും കമ്മിറ്റികളുണ്ട്. അല്ല, ഇത് ആരാണ് പറയുന്നത്? നമുക്ക് പത്തനാപുരത്ത് 3 പഞ്ചായത്തുകളിൽ ഞങ്ങൾ മത്സരിച്ചതാണ് ഇത്തവണ. ഞങ്ങൾക്ക് നല്ല സംഘടനാ സംവിധാനവും ഇഷ്ടംപോലെ ആളുകളുമുള്ള സ്ഥലമാണ് പത്തനാപുരം. നമ്മൾ ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യമില്ലാതെയാണ് പല കാര്യങ്ങളും സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ ആണ് ഞങ്ങൾ മത്സരിക്കുന്നത്. പിന്നെ ഇത് BJPക്ക് ശക്തിയുണ്ട് അല്ലെങ്കിൽ BDJSന് ശക്തിയുണ്ട്, അത് നോക്കിയല്ല ഞങ്ങൾ ഈ തവണ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി തന്നെ സംഘടനാ സംവിധാനം മാത്രമല്ല, ഇന്ന പാർട്ടി നിന്നാൽ, ഇന്ന സ്ഥാനാർത്ഥി നിന്നാൽ അവിടെ വിജയം കൈവരിക്കാൻ സാധിക്കും എന്ന് ബോധ്യമുള്ളതനുസരിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് NDAയിൽ നേതാക്കന്മാർ ചർച്ച ചെയ്ത് തീരുമാനമെടുത്താണ് ഇന്ന സ്ഥലത്ത് ഇന്ന പാർട്ടി മത്സരിക്കുക. ഇപ്പോൾ ഈ തവണ പുതുതായിട്ട് വന്നിരിക്കുന്ന പല സഖ്യകക്ഷികൾക്കും ഞങ്ങൾ ഇതിൽ സീറ്റ് കൊടുത്തിട്ടുണ്ട്. അവരൊന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാത്ത ആളുകളാണ്. അതിൻ്റെ അർത്ഥം അവർക്ക് ഒരിക്കലും മത്സരിക്കാൻ പറ്റില്ല എന്നുള്ളതല്ലേ? ആര്? അത് എനിക്കറിയില്ല. അതിലുള്ള മിക്ക സഖ്യകക്ഷികളും അവർക്ക് എന്താണുള്ളത്? അവർക്കൊരു ആളുകൾ പോലുമില്ല. അപ്പോൾ ഇതെല്ലാം ഒരു സഖ്യത്തിൽ, ഒരു സംഘടനാ സംവിധാനത്തിൽ സഖ്യകക്ഷികൾക്ക് അവർക്ക് വേണ്ട രീതിയിലുള്ള ചില സീറ്റുകൾ അവർക്ക് കൊടുക്കും. അത് UDFിലും LDFിലും ഒക്കെ ഉള്ള സംഗതികൾ തന്നെയാണത്. ഇതിൽ നമ്മൾ 2 സ്ഥാനാർത്ഥികൾക്ക് വോട്ടുണ്ടായില്ല എന്ന് വെച്ചിട്ട് അത് വലിയൊരു അപരാധമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ എന്തെല്ലാം തെറ്റുകൾ വരുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടി ഇത്രയും അടിത്തറയുള്ള പാർട്ടി, സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതലുള്ള പാർട്ടിയാണ്. എന്താ ഇവിടെ നടന്നത്? കലാപമല്ലേ നടന്നത്? സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ പറ്റിയത്? അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ഞായറാഴ്ച വന്നിട്ട് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. തിങ്കളാഴ്ചയാണ് ഞങ്ങൾ ഇന്ന സീറ്റുകളിൽ മത്സരിക്കണം എന്നുള്ള അന്തിമമായിട്ടുള്ള ലിസ്റ്റ് ഞങ്ങൾക്ക് NDA അപ്രൂവ് ചെയ്ത് തന്നത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ, കാരണം 6 ദിവസമേ മുന്നിലുള്ളൂ, ഈ 2 ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കി അതിൻ്റെ നാമനിർദ്ദേശം കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ വളരെ പെട്ടെന്ന്, അപ്പോൾ ഇവരെല്ലാം പാർലമെൻറ്റിൽ വോട്ട് ചെയ്തിട്ടുണ്ട്, അസംബ്ലിയിൽ വോട്ട് ചെയ്തിട്ടുണ്ട്, ഇത് എന്നുള്ളത് ചെക്ക് ചെയ്തു. അവിടെ
വോട്ടേഴ്സ് ലിസ്റ്റുമായിട്ട് പരിശോധിച്ചില്ല എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് പറ്റിയൊരു പെശകാണത്. പക്ഷേ 1 മണിക്കൂറിനുള്ളിൽ തന്നെ അതിന് പകരം സ്ഥാനാർത്ഥിയെ കണ്ട് ഞങ്ങൾ പുതിയ പട്ടിക ഞങ്ങൾ അനൗൺസ് ചെയ്തു. അത് അവിടെയാണ് ഇതിൻ്റെ വ്യത്യാസം. ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ രാഷ്ട്രീയക്കാരനല്ല, വ്യവസായിയാണെന്നുള്ളത്. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം ഇവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയക്കാരുണ്ടാക്കിയതാണത്. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ലക്ഷ്യം മത്സരിക്കുക, MLA ആകുക, MP ആകുക, മന്ത്രിയാകുക എന്നുള്ളതല്ലായിരുന്നു. എൻ്റെ ലക്ഷ്യം ഈ നാടിനെ, അതായത് ഇവിടെ ഭരിച്ച് ഈ നാടിനെ നശിപ്പിച്ചവരെ, അല്ലെങ്കിൽ ഈ നാടിനെ രക്ഷപ്പെടുത്തുക, ഈ നാട്ടിലുള്ള ജനങ്ങളെ രക്ഷപ്പെടുത്തുക, ആ ഒറ്റ ലക്ഷ്യം മാത്രം ഉണ്ടായിരുന്നു. അതിന് മത്സരിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ള ആളുകൾ മത്സരിക്കുന്നു. എനിക്കപ്പോൾ അങ്ങനെയുള്ള അധികാരമോഹമോ അല്ലെങ്കിൽ പണത്തിന് ആഗ്രഹമോ ഇല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആര്? നമുക്കറിയാലോ, നമ്മളിപ്പോൾ ഞാനായിട്ട് പറയേണ്ട കാര്യമില്ല. ഈ പറയുന്ന രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്ന ഭൂരിഭാഗം ആളുകൾ അവരെ വരുമാന മാർഗം എന്താ? അവർ ഡിക്ലെയർ ചെയ്യട്ടെ. അവർക്ക് വേറെ ഏതെങ്കിലും തൊഴിലുണ്ടോ? ആ തൊഴിൽ ചെയ്യുന്നതാണോ അവർക്ക് വരുമാനം വരുന്നത്? അവർ വേറൊരു തൊഴിൽ ചെയ്തിട്ടാണ് അതിൽ മത്സരിക്കുന്നതെങ്കിൽ മനസ്സിലാക്കാം. അവർക്ക് കൃത്യമായിട്ട് വരുമാന മാർഗം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം. ഇപ്പോൾ പലരും നാമനിർദ്ദേശ പട്ടിക കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ എവിടുന്നാ വരുമാനം എന്നുള്ളത്. എല്ലാവർക്കും കോടികളുണ്ട്. എന്താ അതിൻ്റെ സോഴ്സ്? നമ്മളെ ഈ രാഷ്ട്രീയ പശ്ചാത്തലം എന്നുദ്ദേശിക്കുന്നത്, ഇപ്പം നമ്മുടെ ആരോഗ്യമന്ത്രി, അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്തായിരുന്നു? നിങ്ങളെപ്പോലെ മീഡിയയിൽ വർക്ക് ചെയ്ത ഒരാളല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് തല്ലിപ്പൊളിച്ചും ഫാക്ടറികൾക്ക് തീവച്ചും സമരം ചെയ്തും ഹർത്താലുകൾ നടത്തിയും നടക്കുന്നവർക്കാണ് മത്സരിക്കാൻ യോഗ്യത എന്നുള്ളതല്ല. ഈ രംഗത്തേക്ക് ഒരു ഭരണ സംവിധാനത്തിലേക്ക് വരുമ്പോൾ അവിടെ വിവിധ മേഖലകളിലുള്ള പ്രാഗൽഭ്യം തെളിയിച്ച ആളുകൾ വരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഒരു ഭരണവും ആ പ്രശ്ന പരിഹാരവും ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ ഡോക്ടർമാരുണ്ട്, ഞങ്ങളുടെ എഞ്ചിനീയർമാരുണ്ട്, വ്യവസായികളുണ്ട്, കച്ചവടക്കാരുണ്ട്, അധ്യാപകരുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്. അപ്പം ഞങ്ങളുടെ 19 സ്ഥാനാർത്ഥികൾ നോക്കിക്കഴിഞ്ഞാൽ 19 മേഖലകളിൽ പ്രാഗൽഭ്യം സൃഷ്ടിച്ച ആളുകളാണ്. അതല്ലേ വേണ്ടത് നമുക്ക്. അല്ലാതെ സമരം നടത്തി ഹർത്താൽ നടക്കുന്നവരും കല്ലെറിയുന്നവരെ മാത്രമാണോ ഇതിൽ നിർത്തി മത്സരിപ്പിക്കേണ്ടത്? ഒരാഴ്ചയുണ്ട് ഏകദേശം നമ്മൾ തൃക്കാക്കരയിലെ പ്രചരണത്തിൽ സജീവമാണ്. പല മേഖലകളിലും ചെല്ലുമ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസ് കൂടിക്കൊണ്ടേയിരിക്കുന്നത്. ജനങ്ങളുമായിട്ട് സംവദിക്കുമ്പോഴാണ് കോൺഫിഡൻസ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ആകെ ഒരു ഡീൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങളുമായിട്ടാണ്. ആ ഡീൽ ജനങ്ങൾ ഞങ്ങളുമായി ഉറപ്പിക്കും. ഇവിടെ ഒരു കാര്യം, മാറ്റം ആഗ്രഹിക്കുന്ന ഒരു ജനസമൂഹമാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. 70 വർഷക്കാലം LDFനെയും UDFനെയും പരീക്ഷിച്ചു. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണം, ഒരു ഭരണമാറ്റം അവരാഗ്രഹിക്കുന്നു. അതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന പൾസ്. അല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഫണ്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. ഞങ്ങളിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു, NDAയുടെ ഭാഗമായിട്ട് വന്നുകൊണ്ട് പിരിവിനായിട്ട് ആരും വരുന്നില്ല. അത്രയും കാശ് ലാഭമായിട്ടുണ്ട്. അതെല്ലാം തെരഞ്ഞെടുപ്പിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓരോ കാര്യത്തിനും ഇത്ര രൂപ ചിലവാക്കാം. അവർക്ക് അതിൻ്റെ നമ്മൾ റിട്ടേൺസും കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ നോക്കിക്കോളൂ എവിടെ നിന്നാണ് ഫണ്ട് കിട്ടിയിരിക്കുന്നത്. അല്ല, ഇതൊക്കെ ഇൻറ്റേർണലായിട്ടുള്ള കാര്യങ്ങളാണത്. അതിപ്പോൾ UDFലായാലും LDFലായാലും അവർ ചെയ്യുന്ന അതേ രീതിയിലുള്ള സമാനമായിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ ഫണ്ട് കണ്ടെത്തുന്നതും NDA പ്രവർത്തിക്കുന്നതും. വ്യത്യസ്തമായിട്ടൊന്നുമില്ല. അല്ല, അത് ഞങ്ങൾ ഡിക്ലെയർ ചെയ്ത് ഇലക്ഷൻ കഴിഞ്ഞ് ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും സംശയം അതിലുണ്ടെങ്കിൽ അത് കൃത്യമാക്കി ഞങ്ങൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോഴേ നമുക്ക് ഒരു കക്ഷികളും ഫണ്ടിന് വേണ്ടി വന്നിട്ടില്ല. ഇനി BJP വരുമെന്ന് എനിക്കറിയില്ല. അതെന്തെങ്കിലും ആവട്ടെ. കാരണം ഇത് ഈ ഫണ്ട് കണ്ടെത്താനായിട്ടുള്ള ലിസ്റ്റിൽ കിറ്റക്സും കിടക്കുന്നുണ്ട്. ഞാൻ അത് കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. അല്ല, ഞങ്ങൾ 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ, നിയമസഭാ തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ, അവരായിട്ട് ഒരു പൈസയും ഇതിൽ മുടക്കേണ്ടതായിട്ട് ഞങ്ങൾ ചെയ്യാറില്ല. ഞങ്ങൾ
എന്ന് പാർട്ടി ഉണ്ടാക്കി അന്ന് മുതൽ ഞങ്ങളെ മത്സരിച്ചിരിക്കുന്ന എല്ലാ ആളുകളുടെയും തെരഞ്ഞെടുപ്പ് ചെലവ് പാർട്ടിയാണ് പൂർണ്ണമായിട്ടും വഹിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്കെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷങ്ങളായിട്ട് അതൊരു റിസർവേഷൻ കാറ്റഗറിയാണ്. ഇപ്പോൾ അവിടെ റിസർവേഷൻ അല്ലെങ്കിൽ അവിടെ ഞങ്ങൾക്ക് 50 ക്യാൻഡിഡേറ്റിനെ കൊടുക്കാനായിട്ടുള്ളത്. പക്ഷേ ഒരു റിസർവേഷൻ വരുമ്പോൾ അവിടെ സ്ഥാനാർത്ഥികൾ ഇല്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾ സ്ഥാനാർത്ഥികളെ അവിടെ നിന്ന് തന്നെ എത്തിയതുമാണത്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അവിടെ മത്സരിക്കാൻ ഏറ്റവും യോഗ്യൻ, പ്രത്യേകിച്ച് 2020 പോലെയുള്ള ഒരു പാർട്ടിക്ക് ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാൾ അതായതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് മത്സരിക്കാനായിട്ട് പഴയ പഞ്ചായത്ത് പ്രസിഡന്റ്മാരുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ അവിടെയുണ്ട് ഈ വിഭാഗത്തിൽ. ആയിക്കോട്ടെ, എന്തുകൊണ്ട് ഹരിപ്പാടെന്ന ഒരാളെ കൊണ്ടുവരാൻ പറ്റിയില്ല അവർക്ക്? അത് മാത്രമല്ല, ജില്ലയായിരിക്കാം ഞാൻ പറയുന്നത്, അവിടെ ഹരിപ്പാട് ഇദ്ദേഹത്തെ പലരും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹം എന്ത് നേതാവാണെന്ന് എനിക്കറിയില്ല. അവിടെയാണ് ഡീല് നടക്കുന്നതെന്ന് ഞാൻ പറയുന്നത്. ഇവിടെ കുന്നത്താട് എന്ത് ഡീല്? അല്ല, അതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടതാ ഇല്ലേ? ഉണ്ടല്ലോ. ഞങ്ങൾ ആളുകളെ കണ്ടെത്തി അവിടെ തീരുമാനിച്ചതാണത്. അതിൻ്റെ ലിസ്റ്റ് ഡൽഹിക്ക് പോയതാണത്. ഞാൻ അതിന് മുന്നുള്ളൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. ആ സമയത്താണ് ഞാൻ അന്ന് രാവിലെ, അതായത് ശനിയാഴ്ച രാവിലെ, ഞായറാഴ്ചയാണ് ഞങ്ങൾ ഡിക്ലെയർ ചെയ്തത്, ഇദ്ദേഹത്തിൻ്റെ വൈറലായിട്ടുള്ള വീഡിയോ കണ്ടത്. എനിക്ക് വളരെ ദയനീയമായിട്ട് തോന്നി. 36 വർഷം കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ട് ഒരു പൈസ പോലും സമ്പാദിച്ചില്ല, കിടപ്പാടമില്ല എന്ന് പറഞ്ഞപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, ഈ വർഷം തന്നെ 3 പ്രാവശ്യം വാടക വീട് മാറി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ടും കേരളത്തിൽ ആദ്യമായിട്ട് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രവർത്തനമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പിടിച്ച് ഏറ്റവും നല്ല യോഗ്യനായിട്ട് എനിക്ക് തോന്നിയതും സ്ഥാനാർത്ഥിയാക്കിയത്. ഇതൊക്കെ നമ്മൾ തെറ്റായിട്ട്, ഞാനിപ്പോൾ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ 2020 മാത്രമല്ല NDA മത്സരിക്കുന്ന എല്ലാ സ്ഥലത്തും, പാലാ മുതൽ തിരുവനന്തപുരം മുതൽ എല്ലാ സ്ഥലങ്ങളിലും പോകുന്നുണ്ടത്. അദ്ദേഹം പറഞ്ഞ നല്ല അർത്ഥത്തിലാണ്. അതായത് ഞങ്ങൾ അന്ന് കണ്ടതിന് ശേഷം കാണാൻ പറ്റിയിട്ടില്ല. ശരിയാണ്, ഞാൻ കുന്നത്തുനാടിൽ ഇത് ഇപ്പോൾ ഒരു മീറ്റിംഗ് കൂടിയതല്ലാതെ കുന്നത്തുനാടിൽ ജനങ്ങൾക്ക് പോലും എന്നെ കാണാൻ സാധിച്ചില്ല NDA ചേർന്നതിന് ശേഷം. കാരണം വലിയ ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ് എൻ്റെ ഇപ്പോൾ ഉള്ളത്. കാരണം 2020 മാത്രം നോക്കിയാൽ പോരാ, മറ്റ് സ്ഥാനാർത്ഥികളെ നോക്കണം, മറ്റ് കാര്യങ്ങളിൽ ഇടപെടണം. അങ്ങനെ വിവിധ NDAയുടെ പല കാര്യങ്ങളിലും, ഇപ്പോൾ മാനിഫെസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എൻ്റെ ഇടപഴകൽ വരുന്നത് കൊണ്ട് സമയക്കുറവുണ്ട്. ഇതിൽ ഈ 2020 എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ, അത് ശരിയായിരിക്കും, അധ്യക്ഷൻ ക്രിസ്ത്യൻ ആയതുകൊണ്ട് ഞങ്ങൾ യഥാർത്ഥ സെക്യുലർ ആയിട്ടുള്ള ഒരു പാർട്ടിയാണത്. ഞങ്ങളുടെ പാർട്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 40% ഹിന്ദുക്കളുണ്ട്, 8% മുസ്ലിങ്ങളുണ്ട്. എറണാകുളത്തായതുകൊണ്ടാണ് അത്രയും കുറവ്. അപ്പോൾ ഇന്നും അതേ നില തന്നെയുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങളുടെ ഹൈപ്പവർ കമ്മിറ്റി കുന്നത്തുനാടിൻ്റെ കൂടുന്ന സമയത്ത് അതിൽ എല്ലാ വിഭാഗക്കാരും വന്നിട്ടുണ്ടത്. അപ്പോൾ ഏറ്റവും സെക്കുലറായിട്ട്, അല്ലാതെ ഇതിപ്പോൾ BJP 2020 എടുത്തത്, NDA എടുത്തത് ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടുമെന്നുള്ളത് കൊണ്ടല്ല. 2020 വികസന കാഴ്ചപ്പാടിൽ NDAയോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങൾ നടത്തുന്ന NDAയുടെ വികസന കുതിപ്പിനോടൊപ്പം, കാഴ്ചപ്പാടിനോടൊപ്പം അതേപോലെ കേരളത്തിൽ നടപ്പിലാക്കി തെളിയിച്ച ഒരു പാർട്ടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സഖ്യം ഉണ്ടാക്കിയത്. അല്ലാതെ ക്രിസ്ത്യൻ വോട്ടുകളെ കിട്ടാൻ വേണ്ടിയിട്ടല്ല സഖ്യം ഉണ്ടാക്കിയത്. അല്ല, അതൊക്കെ ഞങ്ങളുടെ ഇൻറ്റേർണലായിട്ടുള്ള രഹസ്യ സ്വഭാവങ്ങളല്ലേ. ഞങ്ങളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും ഹൈ ലെവലിൽ ചില കാറ്റഗറി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അത്രയും ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ. അടുത്ത ലെവലിലേക്ക് ചില കാറ്റഗറി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ വിവിധ തട്ടുകളിൽ നമുക്ക് ചില രഹസ്യ സ്വഭാവങ്ങൾ നമുക്ക് പരസ്യമായിട്ട് പറയാൻ സാധിക്കില്ല. അതിനി മാറിക്കൊണ്ടിരിക്കും. ഇനി ഓരോ ദിവസം കഴിയുന്തോറും അതിൻ്റെ നില മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യും.